ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരേറ്റോ അനാലിസിസ് ആണ് പറഞ്ഞത്. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ യൂസ്ഫുൾനെസ്, പരേറ്റോ അനാലിസിസിൻ്റെ യൂസ്ഫുൾനെസ്. കുറേ പോയിൻറ്റ്സ് എന്നാണ് നമുക്ക് ഇതിൻ്റെ യൂസ്ഫുൾനെസ് മനസ്സിലാവുക. എന്തായിരുന്നു പരേറ്റോ അനാലിസിസ്? നോർമല്ലേ, കുറേ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ കാരണങ്ങളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക, എന്നിട്ട് ഓരോന്നിനും ഓരോ നമ്പർ സ്കോർ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ആ കമ്പനിക്ക് അതിന് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ളതിന് ബേസിലാണ് അങ്ങനെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും സ്കോർ കൂടുതലുള്ളതിന് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടെന്നാണ് നമ്മളതിന്ന് ആ രീതിയിലാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഓരോ രീതിയിലേക്ക് ഗ്രൂപ്പിലേക്ക് ആക്കുക. അതുപോലെ തന്നെ ഓരോന്നിനും ഓരോ ആക്ഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്യുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അത് ഏറ്റവും കൂടുതലുള്ളതിന് ഹയർ സ്കോറിന് ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ യൂസ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എല്ലാവരും എല്ലാ ബിസിനസ് മാനേജേഴ്സും എല്ലാ ഇൻഡസ്ട്രീസിലും വാട്ട് ആർ ദ മോസ്റ്റ് അല്ലെങ്കിൽ വാട്ട് ആർ ദി കോസ് ഓഫ് ദ ഇഷ്യൂസ്, ആ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ, ഇഷ്യൂസിൻ്റെ കോസസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ആ ഓർഗനൈസേഷൻ്റെ പ്രോബ്ലംസിൻ്റെ കാരണങ്ങളാണ് നോക്കുന്നത് സെക്ടേഴ്സിലോ. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, വാട്ട്സ് എ റീസൺ, അതാണ് നോക്കുന്നത്. അപ്പോൾ ഒരു നല്ല അപ്രോച്ച് ഇതിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക്, അതായത് കോസ് ആൻഡ് ഇഫക്റ്റ് അനാലിസിസ് ഒക്കെ നമ്മൾ നടത്തിയാലാണ് നമുക്കത് മനസ്സിലാവുന്നത്. അപ്പോൾ കുറേ പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവും. എന്നിട്ട് ആ ഓരോ പ്രോബ്ലംസിൻ്റെ ഔട്ട്കംസും നമുക്കിതിന്ന് മനസ്സിലാവും ഈ കോസ് ആൻഡ് ഇഫക്റ്റ് അനാലിസിസൊക്കെ നടത്തിയാൽ. അപ്പോൾ ഈ കോസ് ആൻഡ് ഇഫക്റ്റ് അനാലിസിസൊക്കെ നടത്തിയാൽ നമുക്ക് ഈ ഒരു 80-20 അനാലിസിസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പരേറ്റോ അനാലിസിസ് 80-20 അനാലിസിസ്, അതായത് 80% പ്രോബ്ലത്തിൻ്റെ കാരണം എന്താണ്, ആ 20% ആ കോസസ് ആണ്. അപ്പോൾ അതാണ് നമ്മൾ 80-20 അനാലിസിസ് പറയുന്നത്. അപ്പോൾ ആ കോസ് ആൻഡ് ഇഫക്റ്റ് അനാലിസിസിൽ നിന്ന് നമുക്ക് കുറേ ഇൻഫർമേഷൻസ് കിട്ടും ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ബൈ അലോക്കേറ്റിംഗ് റിസോഴ്സസ് ടു ദ ഈ കോസ് ആൻഡ് ഇഫക്റ്റ് അനാലിസിസ് ഫോളോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, ഈ പരേറ്റോ അനാലിസിസ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ കാരണങ്ങളാണ് ഇവിടെ കിട്ടേണ്ടത്. ആൻഡ് ബൈ അലോക്കേറ്റിംഗ് റിസോഴ്സസ് ടു ദ ഇഷ്യൂസ് വിത്ത് ഹയർ സ്കോർസ്, കമ്പനീസ് ക്യാൻ സോൾവ് പ്രോബ്ലംസ് മോർ എഫിഷ്യൻ്റ്ലി ബൈ ടാർഗറ്റിംഗ് ദോസ് ഹാവിങ് എ ഹയർ ഇമ്പാക്റ്റ് ഓൺ ദ ബിസിനസ്. അപ്പോൾ നമ്മൾ റിസോഴ്സസ് ഹയർ സ്കോർ, നമ്മളെന്താ ഉദ്ദേശിച്ചത്, ഏറ്റവും കൂടുതൽ കമ്പനിക്ക് ഇമ്പാക്റ്റ് ഉള്ളതിന് ഹയർ സ്കോർ കൊടുക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടേക്ക് കൂടുതൽ റിസോഴ്സസും എന്ത് ചെയ്യുക, അലോക്കേറ്റ് ചെയ്യുക. കമ്പനീസ് ക്യാൻ സോൾവ് പ്രോബ്ലംസ് മോർ എഫിഷ്യൻ്റ്ലി ബൈ ടാർഗറ്റിംഗ് ദോസ് ഹാവ് എ ഹയർ ഇമ്പാക്റ്റ് ഓൺ ദ ബിസിനസ്. അപ്പോൾ ബിസിനസ്സിന് കൂടുതൽ ഇമ്പാക്റ്റ് ഉള്ള ആ ഒരു ഇഷ്യൂവിലേക്ക് കൂടുതലായിട്ട് റിസോഴ്സൊക്കെ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നതിൽ കൂടെ കമ്പനിക്ക് പ്രോബ്ലംസ് ഒന്നും കൂടെ എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനൊക്കെ എന്ത് വേണം, നമ്മുടെ ആ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏതാണ് കാരണങ്ങൾ എന്നുള്ളതൊക്കെ നോക്കണം. ഇതിനാണ് നമ്മൾ ഈ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് മോർ യൂട്ടിലിറ്റി ഇൻ ക്വാളിറ്റി കൺട്രോൾ ഓൾസോ, അല്ലേ. ക്വാളിറ്റി കൺട്രോളിനും കൂടുതൽ ഇത് യൂസ്ഫുൾ ആണ്. ഇറ്റ് ഹെൽപ്പ് ടു ഡിറ്റക്ട് ദ മേജർ കോസസ് ഫോർ ഡിഫക്റ്റ് ഇൻ ദ പ്രോഡക്റ്റ്. ഇപ്പോൾ പ്രൊഡക്റ്റിലെ ഡിഫൻസിൻ്റെ മേജർ കാരണം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ, ഡിറ്റക്ട് ചെയ്യാൻ ഇതുകൊണ്ട് സാധിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ നോയിങ് വിച്ച് പ്രോഡക്ട്സ് ആർ മോർ പ്രോഫിറ്റബിൾ സോ ദാറ്റ് ദ ഫേം ക്യാൻ ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് സച്ച് പ്രോഡക്ട്സ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റുള്ള പ്രോഡക്ട്സ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാനും സാധിക്കും. അതുകൊണ്ട് ഫേമിന് എന്ത് ചെയ്യാം, അങ്ങനത്തെ പ്രോഡക്ട്സ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഫുൾ ഇൻ മെഷറിംഗ് ദ പെർഫോമൻസ് ഓഫ് എ സെയിൽസ് ഫോഴ്സ്. അപ്പോൾ സെയിൽസ് ഫോഴ്സിന് എത്രത്തോളം പെർഫോമൻസ് ഉണ്ട്, അത് കുറവാണോ, ഇനിയും കൂട്ടേണ്ട ആവശ്യമുണ്ടോ, അങ്ങനത്തെ അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതിന് ഇത് യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ കസ്റ്റമർ കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഡീൽ ചെയ്യാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് പരേറ്റോ അനാലിസിസ് എ സിമ്പിൾ ടെക്നിക് ഫോർ പ്രയോറിറ്റൈസിങ് പോസിബിൾ ചേഞ്ചസ് ബൈ ഐഡൻറ്റിഫൈങ് ദ പ്രോബ്ലംസ് ദാറ്റ് വിൽ ബി റിസോൾവ് ബൈ മേക്കിംഗ് ദീസ് ചേഞ്ചസ്. അപ്പോൾ ഈ ചേഞ്ചസ്, അതായത് നമ്മൾ കുറേ കാരണങ്ങൾ, പ്രോബ്ലംസ് പറഞ്ഞു, അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഫോർ ഐഡൻറ്റിഫൈങ് ദാറ്റ് പ്രോബ്ലം, അത് ഇങ്ങനെ കുറേ ചേഞ്ചസ് വരുത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോബ്ലംസൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ പോസിബിൾ ചേഞ്ചസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അത് പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ടെക്നിക്കാണ് പരേറ്റോ അനാലിസിസ്. അതായത് എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, അത് ആദ്യം എന്ത് ചേഞ്ച് വരുത്തണം, സെക്കൻഡ് ഏത് ചേഞ്ച് വരുത്തണം, അപ്പോൾ അതിനൊരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രോബ്ലംസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ പ്രോബ്ലംസ് ഇങ്ങനെ ചേഞ്ചസ് വരുത്തുന്നതിലൂടെ എങ്ങനെയൊക്കെയാണ് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ അതിൽ കൂടെ ആ പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫേമിന്
ഈ സിറ്റുവേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ ക്വാളിറ്റി മാനേജ്മെൻറ്റ് റിലേറ്റഡ് പ്രോസസ്സ്. ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് പ്രോസസ്സിനും ഇത് യൂസ്ഫുള്ളാണ്. അപ്പോൾ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ടൂൾ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് വിത്ത് അതർ സിറ്റുവേഷൻ. ഇനി ഇതിലൊന്നും പറയാത്ത വേറെ കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. സച്ച് ആസ് വെൻ ഫോംസ് ഹാവ് എ ലോട്ട് ഓഫ് ഡാറ്റ ആൻഡ് യു വാണ്ട് ടു അനലൈസ് ഇറ്റ്. അപ്പോൾ ഇഷ്ടംപോലെ ഡാറ്റ നമ്മളെടുത്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അനലൈസ് ചെയ്യണം. അങ്ങനെയാണ് നമുക്കിത് യൂസ് ചെയ്യാം. ആൻഡ് വെൻ ഫോംസ് വാണ്ട് ടു ഐഡൻറ്റിഫൈ ദ മെയിൻ കോസ് ഫോർ മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലം. ഇപ്പോൾ ചിലപ്പോൾ കുറേ പ്രോബ്ലത്തിൻ്റെ കാരണം ഒന്നെങ്ങാനും ആയിരിക്കും, ഒരു കാരണമായിരിക്കും മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസിൻ്റെ റീസൺ അതിന്. അപ്പോൾ അത് ഏതാണെന്നുള്ള ആ മെയിൻ കോസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇത് യൂസ് ചെയ്യാം. വെൻ കമ്മ്യൂണിക്കേറ്റിംഗ് ഡാറ്റ വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ ടാസ്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വെൻ ഫേംസ് വാണ്ട് ടു സീ ദ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് ഡാറ്റ. അപ്പോൾ ഓരോ ഡാറ്റയുടെ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ദെൻ ലാസ്റ്റ് വൺ, ഇറ്റ് ക്യാൻ ബി വെരി യൂസ്ഫുൾ ഇൻ റിസോൾവിങ് കോൺഫ്ലിക്റ്റ്, പെർട്ടിക്കുലർലി ഇഫ് എ പ്രോജക്റ്റ് ഇൻവോൾവ്സ് മെനി മൂവിങ് പാർട്സ് ഓർ ക്രോസസ് ഓവർ മെനി ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓർ വർക്ക് ഫങ്ഷൻസ്. അപ്പോൾ ഇത് കുറേ കോൺഫ്ലിക്ട്സ് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പെർട്ടിക്കുലറായിട്ട് ഒരു പ്രോജക്റ്റിൽ കുറേ മൂവിങ് പാർട്സ് അല്ലെങ്കിൽ ക്രോസസ് ഉണ്ട്. അപ്പോൾ കുറേ ഡിഫറെൻറ്റ് ഫങ്ഷൻസിൻ്റെയും കുറേ വർക്ക് ഫങ്ഷൻസിൻ്റെയും ഒക്കെ കുറേ മൂവിങ് പാർട്സ് ഉണ്ടെങ്കിൽ, അങ്ങനത്തെ പ്രോജക്ട്സ് ആണെങ്കിൽ എസ്പെഷ്യലി എന്ത് ചെയ്യാം, അവിടെ കുറേ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. അതൊക്കെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പാരേറ്റോ അനാലിസിസിൻ്റെ യൂസ്ഫുൾനെസ്. ഇതിൻ്റെ ഉപകാരങ്ങൾ അല്ലെങ്കിൽ ഉപയോഗങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ്, എന്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ മെച്ചങ്ങൾ അല്ലേ, ഇതിൻ്റെ നേട്ടങ്ങൾ. അപ്പോൾ ഇതെന്താണ്, ഡ്രോയിങ് എ പാരേറ്റോ ചാർട്ട് ഈസ് ഈസി. നമ്മൾ ചാർട്ടൊക്കെ ചെയ്തിട്ടാണ്, അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ഡയഗ്രാം ഹെൽപ്പ് സെഗ്രിഗേറ്റ് ദ പ്രോബ്ലംസ് ആൻഡ് ദെയർ കോസ്. അപ്പോൾ നമ്മൾ ഈ ഡയഗ്രാം വരയ്ക്കുന്നതിൽ കൂടെ നമുക്ക് പ്രോബ്ലത്തിനെ സെപ്പറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കാരണങ്ങളൊക്കെ സെപ്പറേറ്റ് ആക്കാൻ സാധിക്കും. ഇറ്റ് ഹെൽപ്പ് ഫോക്കസ് ഓൺ സോൾവിങ് ദ ഫ്യൂ കോസസ് വിച്ച് ആർ ജനറേറ്റിംഗ് ദ മാക്സിമം എമൗണ്ട് ഓഫ് പ്രോബ്ലം. അപ്പം നമുക്ക് ഏത് കാരണത്താലാണോ കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാവുന്നത് അത് സോൾവ് ചെയ്യാൻ, അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു 20% കാരണം കൊണ്ടാണ് 80% പ്രോബ്ലം ഉണ്ടാവുന്നത്. അപ്പോൾ ആ 20% അല്ല, ഏറ്റവും കൂടുതൽ ഈ പ്രോബ്ലംസ് കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള കാരണം ഏതാണെന്ന് നോക്കിയിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഷോസ് ദ പ്രോബ്ലംസ് ടു ഫോക്കസ് ആൻഡ് ഗെറ്റ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പോൾ ഏതൊക്കെ പ്രോബ്ലംസിലേക്ക് ഫോക്കസ് ചെയ്യണമെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് എവിടെയാണ് കൊടുക്കേണ്ടത്, അല്ലെ അത് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതും ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ദിസ് ചാർട്ട് ഹെൽപ്സ് വിഷ്വലൈസ് പ്രോബ്ലംസ് ക്വിക്ക്ലി. നമുക്ക് ആ പ്രോബ്ലംസ് പെട്ടെന്ന് തന്നെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതൊരു ചാർട്ട് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് അത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ക്വിക്കായിട്ട് പ്രോബ്ലംസും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ടൂളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും എഫക്റ്റീവായുള്ള ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ടൂളായിട്ട് നമുക്കിതിനെ പറയാം. അപ്പോൾ ഇത്രയൊക്കെ യൂസ്ഫുൾനെസ്സും ബെനിഫിറ്റ്സും ഉണ്ടെങ്കിൽ പോലും ഇതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്? ദ പാരേറ്റോ പ്രിൻസിപ്പിൾ ഈസ് എ റൂൾ ഓഫ് തം വിച്ച് ഈസ് നോട്ട് എ യൂണിവേഴ്സൽ ലോ ആൻഡ് കനോട്ട് ബി അപ്ലൈഡ് ഇൻ ഓൾ കേസസ്. ഇതൊരു റൂൾ ഓഫ് തം മാത്രമാണ്, എപ്പോഴും നമുക്ക് യൂണിവേഴ്സൽ ലോ അല്ല, എല്ലാത്തിനും ജനറലൈസ് ചെയ്തിട്ടില്ല. അതായത് എല്ലാ കേസിനും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ഒരു യൂണിവേഴ്സൽ ലോ അല്ല. സോ ഇറ്റ് കനോട്ട് ബി അപ്ലൈഡ് ഇൻ ഓൾ കേസസ്. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ലിമിറ്റേഷൻ. And it does not help to find the root cause of the problem. So firms will need another tool such as root cause analysis to use it effectively. അപ്പോൾ ഇത് കാരണങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തതിനുണ്ട്, ഓക്കെ. പക്ഷേ അതിൻ്റെ റൂട്ട് കോസ് എന്താണ്, ആ ഏറ്റവും മൂല കാരണം എന്ന് പറയുന്നത്, ഏറ്റവും മെയിൻ കാരണം അത് നമുക്ക് ചിലപ്പം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫേം എന്ത് ചെയ്യണം, ഒന്നും കൂടെ ചിലപ്പോൾ വേറൊരു ടൂളായ റൂട്ട് കോസ് അനാലിസിസും കൂടെ ചിലപ്പം ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഇസ് അനദർ ലിമിറ്റേഷൻ. ഇനി അവിടെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. ആൻഡ് ഫേംസ് മേ നീഡ് മോർ സബ് പാരേറ്റോ ചാർട്ട്സ് ടു സെഗ്രിഗേറ്റ് ഇറ്റ് സംടൈംസ് മേ ബി കമ്പൾസം. അതായത് കുറേ പ്രോബ്ലംസ് അവിടെ ഉണ്ട്. അപ്പോൾ ഫേംസിന് എന്ത് ചെയ്യണം, പിന്നെയും പാരേറ്റോ ചാർട്ട്സ് സബ് പാർട്സുകളൊക്കെ ആയിട്ട് വരയ്ക്കേണ്ടി വരും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒന്നും കൂടെ എന്താണ്, ഫേമിന് കൂടുതൽ ബുദ്ധിമുട്ടാവുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ ഒക്കെ കൂടെ വർക്ക് ലോഡ് ആവുകയാണ് ചെയ്യുക. എന്തോ പാരേറ്റോ ചാർട്ട് ക്യാൻ ഷോ ദ ഫ്രീക്വൻസി ഓഫ് എ പ്രോബ്ലം, ഇറ്റ് കനോട്ട് ഷോ ദ സെവരിറ്റി. അപ്പോൾ പ്രോബ്ലത്തിൻ്റെ ആ ഒരു ഫ്രീക്വൻസിയാണ് ഇതിൽ കൂടെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ എന്താ പറയുക, ആ ഒരു കണ്ടൻറ്റ് കാണിക്കുന്നില്ല. ആൻഡ് ദ പാരേറ്റോ അനാലിസിസ് ഫോക്കസ് ഓൺ പാസ്റ്റ് ഡാറ്റ വിച്ച് മൈറ്റ് നോട്ട് ബി സിഗ്നിഫിക്കൻറ്റ് ടു കറൻറ്റ് ഓർ ഫ്യൂച്ചർ സിനാരിയോസ്.
അപ്പോൾ ഇത് നമ്മൾ ഇതുവരെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള അതിനെ അനലൈസ് ചെയ്തിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കറൻറ്റും അതുപോലെ ഫ്യൂച്ചർ ആയിട്ടുള്ളതിലേക്ക് ഇത് അത്ര യൂസ്ഫുൾ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇത് എവിടേക്കാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, പരേറ്റോ അനാലിസിസ് എവിടേക്കാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ കുറേ ബൾക്ക് ഓഫ് ഡാറ്റ അനലൈസ് ചെയ്യാനാണ് ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എവിടേക്കാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയെന്നാണ്. ഒന്ന്, ഫോർ ദ അനാലിസിസ് ഓഫ് ദ റവന്യൂ ഗ്രോത്ത് ഓഫ് ദ ഓർഗനൈസേഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ടൈം പീരിയഡ്. ഓക്കെ, ഇപ്പോൾ ഓർഗനൈസേഷൻ്റെ റവന്യൂ ഗ്രോത്ത് അനലൈസ് ചെയ്യാൻ, അതായത് ഓരോ ടൈം പീരീഡിലും ഇപ്പോൾ ഒരു 5 വർഷത്തെ പീരീഡ് വെച്ചിട്ട് ഒരു ഓർഗനൈസേഷൻ്റെ റവന്യൂ ഗ്രോത്ത് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്കിത് യൂസ് ചെയ്യാം. അതായത് ഒരു 5 വർഷം മുന്നേയും 5 വർഷം കൊണ്ട് ഇതിൻ്റെ ഗ്രാഫ് അല്ലെ ആ റവന്യൂ ഗ്രോത്ത് ഓഫ് ദ ഓർഗനൈസേഷൻ എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യാൻ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. ദെൻ രണ്ടാമത്തത് ടു ചൂസ് ഫോർ എനി സ്പെസിഫിക് ഡാറ്റ ആൻഡ് വർക്ക് ഓൺ ഇറ്റ് ഇൻ എ ബ്രോഡ് സെറ്റ് ഓഫ് ഡാറ്റ അവൈലബിൾ. അതായത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡാറ്റേനെ ചൂസ് ചെയ്യുക, എന്നിട്ട് അതിൽ വർക്ക് ചെയ്യുക, എന്നിട്ട് ഒരു ബ്രോഡ് സെറ്റ് ഓഫ് ഡാറ്റ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇതൊന്ന് നമ്മൾ എന്ത് ചെയ്യുക, സ്പെസിഫിക് ഡാറ്റ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുക. അതിന് ഇത് യൂസ്ഫുള്ളാണ്. ആൻഡ് ടു എക്സ്പ്ലെയിൻ ടു അതർ പീപ്പിൾ ദ സെറ്റ് ഓഫ് ഡാറ്റ ഫേംസ് ഹാവ്. അപ്പോൾ ഫേംസിന് എത്രത്തോളം സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ട് എന്നുള്ളത് മറ്റുള്ള ആൾക്കാർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ഇത് പറ്റും. അതായത് ജസ്റ്റ് ആ ചാർട്ടൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് എന്തൊക്കെ സെറ്റ് ഓഫ് ഡാറ്റയാണ് ഫേമിനുള്ളതെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ആൻഡ് ഫോർ ദ അനാലിസിസ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ എ സിറ്റി ഓർ കൺട്രി ഓർ ഓൾ ഓവർ ദ വേൾഡ് എവരി ഇയർ. അപ്പോൾ ഓരോ വർഷവും ഒരു കൺട്രിയിലോ അല്ലെങ്കിൽ ഓൾ ഓവർ ദ വേൾഡിലോ അല്ലെങ്കിൽ സിറ്റിയിലോ ഒക്കെ പോപ്പുലേഷൻ ഗ്രോത്ത് അനലൈസ് ചെയ്യാൻ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ടു ചെക്ക് ദ ഗ്ലോബൽ പ്രോബ്ലംസ് ആൻഡ് ഫോക്കസ് ഓൺ റിസോൾവിങ് ദ മേജർ വൺ. അപ്പം ഗ്ലോബൽ പ്രോബ്ലംസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഏറ്റവും മേജർ വണ്ണ് റിസോൾവ് ചെയ്യാൻ വേണ്ടി അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഇത് അപ്ലൈ ചെയ്യാം. ടു ചെക്ക് ദ മേജർ കംപ്ലയിൻറ്റ്സ് കമ്മിങ് ഫ്രം ദ പബ്ലിക് ആൻഡ് റിസോൾവ് ദം ഓൺ പ്രയോറിറ്റി. പിന്നെ അതുപോലെ പബ്ലിക്കിൽ നിന്ന് വരുന്ന മേജർ കംപ്ലയിൻറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഏറ്റവും പ്രയോറിറ്റി ബേസിൽ ഏറ്റവും ഫസ്റ്റിൽ വരുന്ന റിസോൾവ് ചെയ്യുക. അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്യാൻ ഇത് യൂസ് ചെയ്യാം. ഓക്കെ.